KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. റിസാല സ്റ്റഡി സർക്കിൾ ദുബൈ സോൺ സാഹിത്യോത്സവിന് പ്രൗഢമായ സമാപനം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായി. 75.56% പോളിംഗ്. ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്ത ഗ്രാമത്തിൽ BJPക്ക് കനത്ത തോൽവി. അസഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന് അവകാശമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരിപ്പൂരിലേക്ക് ചെറുവിമാനം പറത്താൻ സൗദി എയർലൈൻസ് ഒരുങ്ങുന്നു. മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യാ വളർച്ച തടയണമെന്ന് RSS പ്രമേയം. 2000ഓളം സീറ്റുകളിൽ BJP മത്സരിക്കാത്തത് ആളില്ലാത്തതിനാൽ വി മുരളീധരൻ. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പോളിംഗ് സമയം അവസാനിച്ചു. ആദ്യഘട്ട പോളിംഗ് അവസാനിച്ചപ്പോൾ 75.56% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 7 ജില്ലകളിൽ വെച്ച് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാട് ജില്ലയിലാണ്. 80% പോളിംഗാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കൂടാതെ കാസർകോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കാസർകോട് 76.5, കണ്ണൂർ 76, കോഴിക്കോട് 74, വയനാട് 80, ഇടുക്കി 75, കൊല്ലം 74, തിരുവനന്തപുരം 72 എന്നിങ്ങനെയാണ് പോളിംഗ് നില. ആദ്യ മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളിലായിരുന്നു കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും തെക്കൻ ജില്ലകളിലും പോളിംഗ് വേഗത്തിലായി. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന ജില്ലകളിൽ ഏറ്റവും പിറകിലാണ് തിരുവനന്തപുരം. രാവിലെ പെയ്ത കനത്ത മഴ തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗിനെ ബാധിച്ചു. AK ആന്റണി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് 5-ാം തീയതി നടക്കും. ഈ 7 ജില്ലകളിൽ പരസ്യപ്രചാരണങ്ങളുടെ കൊട്ടിക്കലാശം നാളെ നടക്കും. ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്ത ഗ്രാമത്തിൽ BJPക്ക് കനത്ത തോൽവി. വാരണാസിയിലെ ജയാപൂർ ഗ്രാമത്തിലാണ് BJP പരാജയപ്പെട്ടത്. ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി ദത്തെടുത്ത ഗ്രാമമാണ് ജയാപൂർ. 2 വർഷത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെമി ഫൈനലായി വിലയിരുത്തപ്പെട്ട തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ 58 സീറ്റുകളിൽ 8 മാത്രമാണ് BJPക്ക് നേടാനായത്. തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയാണ് നേട്ടമുണ്ടാക്കിയത്. അധികാരം ദുരുപയോഗം ചെയ്താണ് സമാജ്വാദി പാർട്ടി നേട്ടമുണ്ടാക്കിയതെന്ന് BJP ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമായ ലക്നൌവിൽ ഇതുവരെ ഫലം പ്രഖ്യാപിച്ച 28 എണ്ണത്തിൽ 4 മാത്രമാണ് BJP ജയിച്ചത്. മറ്റൊരു കേന്ദ്രമന്ത്രിയായ കാൽരാജ് മിശ്രയുടെ മണ്ഡലമായ ദിയോറിയിൽ 56 പേരിൽ 7 പേരാണ് വിജയിച്ചത്. പരാജയം വിലയിരുത്താൻ BJP സംസ്ഥാന നേതൃയോഗം ലക്നൌവിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. സംസ്ഥാന BJP അധ്യക്ഷൻ ഓം മാഥൂറാണ് യോഗം വിളിച്ചു ചേർത്തത്. 80 ലോക്സഭാ മണ്ഡലങ്ങളും 403 നിയമസഭാ മണ്ഡലങ്ങളുമുള്ള ഉത്തർപ്രദേശ് രാജ്യത്തെ ഏറ്റവും പ്രബലമായ സംസ്ഥാനമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് 71 സീറ്റുകൾ നേടിയിരുന്നു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന് അവകാശമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ പൂർണിയയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1984 ഡൽഹിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കോൺഗ്രസുകാർ മറക്കരുത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ 100 കണക്കിന് സിഖുകാരാണ് ഇന്ത്യയിൽ വധിക്കപ്പെട്ടത്. സർക്കാരിനെതിരെ പ്രചാരണം നടത്തുമ്പോൾ സ്വന്തം കൈകൾ ശുദ്ധമാണോ എന്ന് കോൺഗ്രസ് പരിശോധിക്കണം. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും അതിൽ ആരോപണ വിധേയരാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനത്തിലും പ്രതിഷേധിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താനും രാഷ്ട്രപതിക്ക് നിവേദനവും നൽകാനും കോൺഗ്രസ് MPമാർ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ പ്രസ്താവന. മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യാ വളർച്ച തടയണമെന്ന് RSS. വിശദമായ റിപ്പോർട്ടിലേക്ക്.
മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യയിലെ ഉയർന്ന വളർച്ച തടയാൻ ജനസംഖ്യാ നയം പുനരാവിഷ്കരിക്കണമെന്ന് RSS കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എങ്കിൽ മാത്രമേ ഇന്ത്യയിലുണ്ടായ മതങ്ങൾക്കും ഇസ്ലാമിനും ക്രിസ്തുമതത്തിനും ഇടയിലുള്ള ജനസംഖ്യയിലെ അസന്തുലിതാവസ്ഥ തടയാൻ കഴിയൂ എന്നും ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ചേർന്ന RSS നേതൃയോഗം പാസാക്കിയ പ്രമേയം സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ വിജയദശമി ആഘോഷത്തിൽ RSS തലവൻ മോഹൻ ഭാഗവത് ഉന്നയിച്ച ജനസംഖ്യാ അനുപാതത്തിന് പരിഹാരമാണ് RSS അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ പാസാക്കിയ പ്രമേയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനസംഖ്യാ അനുപാതത്തിൽ ഈ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം മതം മാറ്റവും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവുമാണ്. അതിർത്തി പ്രദേശങ്ങളിലാണ് ജനസംഖ്യ വളർച്ച കൂടുതലുള്ളത്. അത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സ്വത്വത്തിനും ഭീഷണിയാണ്. ഒടുവിലത്തെ കണക്കുപ്രകാരം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ ജനസംഖ്യാ വർധനവുണ്ടായെന്ന് വിലയിരുത്തി. ഇന്ത്യയിലെ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ 88% നിന്ന് 83.8% കുറഞ്ഞപ്പോൾ മുസ്ലിം ജനസംഖ്യ 9.8% നിന്ന് 14.23% ഉയർന്നിരിക്കുകയാണെന്നും RSS പ്രമേയം ചൂണ്ടിക്കാട്ടി. മുസ്ലിം ജനസംഖ്യയിലുണ്ടായ വർധനവ് അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ അതിർത്തി സംസ്ഥാനങ്ങളിൽ ദേശീയ നിരക്കിനേക്കാൾ കൂടുതലാണെന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ് ഇത് കാണിക്കുന്നതെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ അനുപാതത്തിലെ മതപരമായ അസന്തുലിതത്വവും പ്രമേയം വിശദീകരിച്ചു. ദേശീയ ജനസംഖ്യാ നയം പുനരാവിഷ്കരിക്കാൻ മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ട പ്രമേയം ഒരു ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനും സർക്കാരിനോട് നിർദ്ദേശിച്ചു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ 2000-ഓളം വാർഡുകളിൽ BJP മത്സരിക്കാത്തത് അവിടെ പാർട്ടിക്ക് ആളില്ലാത്തതുകൊണ്ടാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാൻ പോലും അവിടെ ആളില്ല. അത് തുറന്നു പറയാൻ മടിയില്ലെന്ന് അദ്ദേഹം തൃശൂർ പ്രസ് ക്ലബിന്റെ നിലപാട് 2015 പരിപാടിയിൽ പറഞ്ഞു. BJPക്ക് സാമുദായിക സംഘടനകളുമായുള്ള നീക്കുപോക്കാണ് SNDPയുമായുമുള്ളത്, അല്ലാതെ രാഷ്ട്രീയ സഖ്യമല്ല. രാഷ്ട്രീയ സഖ്യം വേണമെങ്കിൽ SNDP രാഷ്ട്രീയ പാർട്ടിയാവണം. അതാവുമ്പോൾ സഖ്യം പരിശോധിക്കാമെന്നും മുരളീധരൻ പറഞ്ഞു. ഗൾഫ് വാർത്തകൾ. സൗദി എയർലൈൻസ് സൗദി അറേബ്യയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ചെറുവിമാന സർവീസ് ആരംഭിക്കുന്നു. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിൽ നിന്നും കരിപ്പൂരിലേക്ക് സർവീസ് തുടങ്ങാനാണ് സൗദി എയർലൈൻസ് ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. 190 പേർക്ക് യാത്രാ സൌകര്യമുള്ള A320 വിമാനം ഉപയോഗിച്ചുള്ള സർവീസിനാണ് ശ്രമം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് വിവരം. റിയാദ്, കരിപ്പൂർ, ദമാം, കരിപ്പൂർ സർവീസുകൾക്കാണ് ചെറിയ വിമാനങ്ങൾ ഉപയോഗിക്കുക. എയർ ഇന്ത്യയുടെ സൗദി, മുംബൈ സെക്ടറുകളിലെ യാത്രക്കാർക്ക് അടുത്ത മാസം 1 മുതൽ മുംബൈയിൽ നിന്ന് കരിപ്പൂരിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് സൗദി എയർലൈൻസിന്റെ പുതിയ നീക്കം. ഇതിനിടെ കരിപ്പൂരിലേക്ക് നേരിട്ട് സർവീസ് നടത്താനുള്ള സൗദി എയർലൈൻസിന്റെ ശ്രമം അറിഞ്ഞതോടെ എയർ ഇന്ത്യ ജിദ്ദ, റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് മുംബൈയിലേക്ക് സർവീസ് നടത്തിയിരുന്ന വിമാനങ്ങൾക്ക് നവംബർ 1 മുതൽ കരിപ്പൂരിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചന. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മാപ്പിളകലയുടെ തനിമയും പ്രസക്തിയും വിളിച്ചറിയിക്കുന്ന മികവാർന്ന മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ദുബൈ സോൺ സാഹിത്യോത്സവിന് പ്രൗഢമായ സമാപനം.
മുഹൈസിന ഗൾഫ് മോഡൽ സ്കൂളിൽ നടന്ന സാഹിത്യോത്സവിൽ 7 സെക്ടർ ടീമുകൾ തമ്മിൽ 49 ഇനങ്ങളിൽ 5 വേദികളിലായി മത്സരങ്ങൾ നടന്നു. 188 പോയിന്റ് നേടി ദേര സെക്ടർ ചാമ്പ്യന്മാരായി. 185 പോയിന്റുമായി ബർദുബൈ, 155 പോയിന്റുകൾ നേടി മൊറക്കബാത്ത് സെക്ടറുകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സമാപന സംഗമം ഗൾഫ് മോഡൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് നജീദ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ മുസ്തഫ ദാരിമി വിളയൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കരീം വെങ്കിടങ്ങ്, OMA ബക്കർ, ഇസ്മായിൽ ഏറാമല, അമ്മാർ കീഴ്പ്പറമ്പ് തുടങ്ങി പ്രമുഖർ സംസാരിച്ചു. RSC നാഷണൽ കൺവീനർ അഹമ്മദ് ഷെറിൻ കലാ സാഹിത്യോത്സവങ്ങൾ സാധ്യമാക്കുന്നത് എന്ന വിഷയത്തിൽ പ്രഭാഷണം അവതരിപ്പിച്ചു. സാഹിത്യോത്സവ മത്സരങ്ങൾ ആസ്വദിക്കുന്നതിനും ആശംസയർപ്പിക്കുന്നതിനും ജേതാക്കൾക്ക് അവാർഡ് നൽകുന്നതിനും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതരംഗത്തുള്ള പ്രമുഖർ സംബന്ധിച്ചു. ചാമ്പ്യന്മാർക്ക് അബൂബക്കർ അസ്ഹരി, അബ്ദുൽ ഹക്കീം, CMA ചേറൂർ, മുഹമ്മദ് പുല്ലാളൂർ എന്നിവർ ട്രോഫി സമ്മാനിച്ചു. ഡിസാല സ്റ്റഡി സർക്കിൾ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിവരുന്ന സാഹിത്യോത്സവിന്റെ ഭാഗമായി ഡിസാല സ്റ്റഡി സർക്കിൾ മക്ക ഘടകം സാഹിത്യോത്സവ് സംഘടിപ്പിച്ചു. 15 യൂണിറ്റുകളിൽ നിന്ന് 49 ഇനങ്ങളിലായി കലാപ്രതിഭകൾ മാറ്റുരച്ചു. 121 പോയിന്റുകൾ നേടി നവാരിയ 1ാം സ്ഥാനവും അവാലി, ഷാരസിത്തീൻ എന്നീ യൂണിറ്റുകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. RSC മക്ക സോൺ ചെയർമാൻ സൽമാൻ വെങ്ങളം അധ്യക്ഷത വഹിച്ചു. RSC നാഷണൽ പ്രവർത്തക സമിതി അംഗം മുഹ്സിൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സലാം ഇരുമ്പുഴി സ്വാഗതഗാനം ആലപിച്ചു. സമാപന സമ്മേളനം ICF മക്ക സോൺ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് അമാനി ഉദ്ഘാടനം ചെയ്തു. സൈദലവി സഖാഫി അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ കുറുകത്താണി, ഡോക്ടർ വഹാബ്, യഹിയ, ആസിഫ് അലി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏതൊരു വ്യക്തിയുടെയും ബാധ്യതയും കടമയുമാണെന്ന് മർകസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ മുഴുക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മർകസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്ക് നിസ്തുലമാണെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. ചടങ്ങിൽ അലുമിനി അംഗങ്ങൾക്ക് നൽകുന്ന വിവിധോദ്ദേശ പ്രിവിലിയേജ് ഔപചാരിക ഉദ്ഘാടനം കാന്തപുരം ഉസ്താദ് UAE അലുമിനി സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർക്ക് നൽകി നിർവഹിച്ചു. കാരന്തൂർ മർകസ് സ്ഥാപനങ്ങളായ ബോർഡിംഗ്, ഓർഫനേജ്, ആർട്സ് കോളേജ്, ഹൈസ്കൂൾ, ITC എന്നീ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ദുബൈയിലെ അബുഹൈലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മർകസ് ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് BVM റാഫി, ICF മിഡിൽ ഈസ്റ്റ് സെക്രട്ടറി അബ്ദുൽ അസീസ് സഖാഫി, സയ്യിദ് സൈനുൽ ആബിദ് തങ്ങൾ താനൂർ, സയ്യിദ് സ്വാലിഹ് ശിഹാബ് ജിഫ്രി, മൂസ ഇരിങ്ങലൂർ, മുഹമ്മദ് അലി സഖാഫി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. ഈ മാസം 4 മുതൽ 7 വരെ ശുഹദാ നഗറിൽ നടക്കുന്ന താത്തൂർ ശുഹദാക്കളുടെ ആണ്ട് നേർച്ചയുടെ അനുബന്ധ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന ചടങ്ങിൽ ജീവകാരുണ്യ സേവന പ്രബോധന പ്രവർത്തനങ്ങൾക്കായി രൂപവൽക്കരിച്ച സന്നദ്ധ സംഘത്തിന്റെ സമർപ്പണം അഡ്വക്കേറ്റ് PT റഹീം MLA നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ മുഹമ്മദ് റഫീഖ് ബാക്കവി പനങ്ങാട്ടൂർ അധ്യക്ഷത വഹിക്കും. സിറാജ് മാനേജിംഗ് എഡിറ്റർ N അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. SSF ജില്ലാ ട്രഷറർ MT ഷിഹാബുദ്ദീൻ സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തും. തുടർന്ന് SYS ജില്ലാ ജനറൽ സെക്രട്ടറി CH റഹ്മത്തുള്ള സഖാഫി എളമരം മതപ്രഭാഷണം നടത്തും. നാളെ വൈകുന്നേരം 7-ന് എജു ആൻഡ് വിസ്ഡം പദ്ധതി പ്രഖ്യാപനം SYS സംസ്ഥാന സെക്രട്ടറി മജിദ് കക്കാട് നിർവഹിക്കും. MK രാഘവൻ MP വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിക്കും. തുടർന്ന് N അബ്ദുൽ ലത്തീഫ് സാദിയ പഴശ്ശിയുടെ പ്രഭാഷണം നടക്കും. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന കൊടികയറ്റത്തോടെയാണ് 4 നാൾ നീണ്ടുനിൽക്കുന്ന താത്തൂർ ശുഹദ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമാവുക. ഖാദി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ വഫാത്തിന്റെ 40ാം ദിന അനുസ്മരണ സമ്മേളനവും സ്വലാത്ത് മജ്ലിസും ഈ മാസം 4, 5 തീയതികളിൽ മഞ്ചേശ്വരം മൽഹറിൽ നടക്കും. 4-ന് വനിതാ പഠനവേദിയും വിവിധ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന സ്നേഹവിരുന്നും നടക്കും. നവംബർ 5-ന് രാവിലെ നടക്കുന്ന സിയാറത്തിന് സയ്യിദ് അതാഉള്ള തങ്ങൾ ഉദ്യാവരം നേതൃത്വം നൽകും. മൽഹർ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പതാക ഉയർത്തും. അനുസ്മരണ സംഗമത്തോടനുബന്ധിച്ച് ഖതമുൽ ഖുർആൻ, ഖസീദത്തുൽ ബുർദ എന്നിവ നടക്കും. ഖുർആൻ ഖതം ദുആക്ക് ഖാദി സയ്യിദ് ഫാദൽ കോയമ്മ തങ്ങൾ ഖുറ നേതൃത്വം നൽകും. വൈകിട്ട് 4-ന് മർകസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനം സമസ്ത വൈസ് പ്രസിഡന്റ് M ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുൽ ഉലമ E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും.
അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. സഅദിയ പ്രസിഡന്റ് സയ്യിദ് കെ.എസ്. ആറ്റുകോയത്തങ്ങൾ കുമ്പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തും. സ്വലാത്ത് മജ്ലിസിനും സമാപന പ്രാർത്ഥനയ്ക്കും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. കർണാടക ആരോഗ്യമന്ത്രി യു.ടി. ഖാദർ സപ്ലിമെന്റ് പ്രകാശനം നിർവഹിക്കും. പരിപാടികൾ തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്ത ഗ്രാമത്തിൽ BJPക്ക് കനത്ത തോൽവി. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായി. 75.56% പോളിംഗ്. അസഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന് അവകാശമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരിപ്പൂരിലേക്ക് ചെറുവിമാനം പറത്താൻ സൗദി എയർലൈൻസ് ഒരുങ്ങുന്നു. മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യാ വളർച്ച തടയണമെന്ന് RSS പ്രമേയം. 2000-ഓളം സീറ്റുകളിൽ BJP മത്സരിക്കാത്തത് ആളില്ലാത്തതിനാൽ വി. മുരളീധരൻ. റിസാല സ്റ്റഡി സർക്കിൾ ദുബായ് സോൺ സാഹിത്യോത്സവിന് പ്രൗഢമായ സമാപനം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.